ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ദ സ്വീഡ്ലിംഗ് ബൈ പോൾ ലോറൻസ് ഡൻബാർ. നമുക്ക് റൈറ്ററെ കുറിച്ച് നോക്കാം. പോൾ ലോറൻസ് ഡൻബാർ 1872-1906 വാസ് ആൻ അമേരിക്കൻ പോയറ്റ്, നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അദ്ദേഹം ഒരു പോയറ്റാണ്, റൈറ്ററാണ്, നോവലിസ്റ്റ് ആണ്. ഹി വാസ് എൻസ്ലേവ്ഡ് ഇൻ കെന്റുക്കി ബിഫോർ ദ അമേരിക്കൻ സിവിൽ വാർ. അമേരിക്കൻ സിവിൽ വാറിന് മുമ്പ് കെന്റുക്കിയിലെ ഒരു അടിമയായിരുന്നു. He published his first poem, Our Martyred Soldier, at the age of 16. അദ്ദേഹത്തിന്റെ 16ാം വയസ്സിൽ ആദ്യത്തെ പോയം പബ്ലിഷ് ചെയ്തു, Our Martyred Soldier. Dunbar became one of the first Afro-American writer to win international acclaim. അന്താരാഷ്ട്ര അംഗീകാരം നേടിയ ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ റൈറ്റർ ആയിരുന്നു അദ്ദേഹം. He worked with the Wright brothers in their publication The Tatler. His first book, a collection of poems, Oak and Ivy, was published in 1893. 1893 അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് കളക്ഷൻ ഓഫ് പോയംസ് പബ്ലിഷ് ചെയ്തത്. He has published many collection of poems, short stories, for novels and play. അദ്ദേഹം പോയംസ്, ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ്, പ്ലേസ് ഇതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോയം എന്താണെന്ന് നോക്കാം. ഇതൊരു മോട്ടിവേഷണൽ പോയമാണ്. മാത്രമല്ല പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് പേഴ്സോണിഫിക്കേഷൻ? നമ്മുടെ മനുഷ്യരുടെ ക്വാളിറ്റീസ് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് കൊടുക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സീഡ്ലിങ്ങിനെയാണ് പേഴ്സോണിഫൈ ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഓരോ സ്റ്റാൻസ് എടുത്ത് നോക്കുമ്പോഴും റൈമിംഗ് വേർഡ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് സ്റ്റാൻസ പോയറ്റ് നമ്മളോട് പറയുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നോക്കിക്കോളൂ. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. ക്വയറ്റ് എന്ന് വെച്ചാൽ ശാന്തമായ, സീഡ്ലിംഗ് എന്ന് വെച്ചാൽ കുഞ്ഞു തൈ. അപ്പോൾ ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. ഞാൻ ഈ കുഞ്ഞു തൈ ആവുന്നതിന് മുന്നേ ഇരുട്ട് നിറഞ്ഞ ബെഡിലായിരുന്നു ഉണ്ടായിരുന്നത്. To itself it fell a talking, and this is what it said. പതുക്കെ അതിനോട് സംസാരിച്ചു. അത് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. I am not so very robust, but I will do the best I can. Robust എന്ന് വെച്ചാൽ ഒട്ടും സ്ട്രോങ് അല്ല, നോട്ട് സ്ട്രോങ് എന്നാണ് അർത്ഥം. I am not so very robust, but I will do the best I can. എന്താ, ഞാൻ അത്ര സ്ട്രോങ് ഒന്നുമല്ല, എന്നിരുന്നാൽ കൂടിയും എനിക്ക് കഴിയാവുന്നതിന്റെ ബെസ്റ്റ് ഞാൻ ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മോട്ടിവേഷൻ ആണ്. ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെന്റ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ. ആ നിമിഷം മുതൽ, സീഡ്ലിംഗ് ആയ നിമിഷം മുതൽ ഞാൻ എന്താ ലൈഫ് മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇറ്റ് പുഷ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് up into the light of the day. ലീഫ്ലെറ്റ് എന്ന് വെച്ചാൽ തളിരില എന്നാണ് അർത്ഥം. അപ്പോൾ ലൈറ്റ് വരുന്ന സമയത്ത് തളിരിലയായിട്ട് എന്നിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വന്നു. ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ഷോ ദ റെസ്റ്റ് ഓഫ് ദ വേ. എന്താ, എന്നിട്ട് ഞാൻ ചുറ്റുപാടുമൊക്കെ ഒന്ന് നിരീക്ഷിച്ചു. അപ്പോൾ ആദ്യം വിത്തായിരുന്നു, അതിനുശേഷം സീഡ്ലിങ് കുഞ്ഞു തൈയായിട്ട് മാറി, അതിനുശേഷം എന്താ എനിക്കൊരു ലീഫ്ലെറ്റ് വന്നു, തളിരില വന്നു. നെക്സ്റ്റ് നോക്കിക്കോളൂ. ദ ലീഫ്ലെറ്റ് ലൈക്ക് ദ പ്രോസ്പെക്ട്. പ്രോസ്പെക്ട് എന്ന് വെച്ചാൽ പോസിബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്നർത്ഥം. സോ ഇറ്റ് കോൾ ഇറ്റ്സ് ബ്രദർ സ്റ്റെം. അപ്പോൾ എന്താ, ദ ലീഫ്ലെറ്റ് ലൈക്ക് ദ പ്രോസ്പെക്ട്, സോ ഇറ്റ് കോൾ ഇറ്റ്സ് ബ്രദർ സ്റ്റെം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ, എന്റെ ബ്രദർ ആയിട്ടുള്ള സ്റ്റെമ്മിനെ എനിക്ക് കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ പുറത്തോട്ടുള്ള സാധ്യതകൾക്ക് നോക്കുന്ന സമയത്ത് എന്റെ ബ്രദർ സ്റ്റെമ്മിനെ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റി. ദെൻ 2 other ലീഫ്ലെറ്റ് ഹേർഡ് ഇറ്റ്. ഇത് വേറെ 2 ലീഫ്ലെറ്റ്, 2 തളിരില കൂടി എന്താ കേട്ടു. ആൻഡ് ക്വിക്ലി ഫോളോഡ് ദം. അവരും എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കിക്കോളൂ. ടു ബി ഷുവർ ദ ഹേസ്റ്റ് ആൻഡ് ഹറി. ഹേസ്റ്റ് ആൻഡ് ഹറി എന്ന് വെച്ചാൽ സ്പീഡ്. മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാൻ. സ്വെറ്റ് എന്ന് വെച്ചാൽ വിയർക്കുക, പാൻറ് എന്ന് വെച്ചാൽ കിതയ്ക്കുക. അപ്പോൾ ഒരു പ്ലാന്റ് വളർന്ന് വലുതാവുന്നത് ആ സമയമുണ്ടല്ലോ, ആ സമയം ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും. എന്നിരുന്നാൽ കൂടിയും ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. ഒരു വലിയ മരമായി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇതൊന്നും ഒരു കാര്യവും ഇല്ലെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരു കുട്ടി, ആ കുട്ടി പഠിക്കുന്ന സമയത്ത് പഠനം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ഒക്കെ ആയിട്ട് തോന്നാം. പക്ഷേ ആ കുട്ടി പഠിച്ച് വലിയൊരു നിലയിൽ എത്തുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നും അല്ലാതായിട്ട് മാറുന്ന അവസ്ഥ.
ദ സൺഷൈൻ പോർഡ് എന്ന് വെച്ചാൽ പതിയുക, അപ്പോൺ ഇറ്റ് എന്നിലേക്ക് എന്താ സൂര്യപ്രകാശം പതിച്ചു. ആൻഡ് ദ ക്ലൗഡ് ദേ ഗേവ് എ ഷവർ മേഘങ്ങൾ എനിക്ക് മഴ നൽകി. ആൻഡ് ദ ലിറ്റിൽ പ്ലാന്റ് കെപ്റ്റ് ഗ്രോയിങ് ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ ആ ചെടിയിൽ ഒരു ഫ്ലവർ ഉണ്ടാകുന്നത് ഒരു പൂ ഉണ്ടാകുന്നത് വരെ സൂര്യപ്രകാശവും മഴയും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലിറ്റിൽ ഫ്ലോക്സ് എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് കുട്ടികളോടാണ് ഇനി സംസാരിക്കുന്നത്. ബി ലൈക്ക് ദ സീഡ്ലിംഗ് എന്താ ഒരു സീഡ്ലിങ്ങിനെ പോലെ. ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക. എവറി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ ജസ്റ്റ് ആസ് വെൽ ആസ് എവരി മാൻ. ലൈഫ് ലേബേഴ്സ് എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ ബെസ്റ്റ് കൊടുക്കുക എന്നാണ് അർത്ഥം. ആൻഡ് ദ സൺ ആൻഡ് ഷവർ വിൽ ഹെൽപ്പ് യു. ഇപ്പം സീഡ്ലിങ്ങിനെ എന്തൊക്കെയാണ് സണ്ണും ഷവറും എല്ലാം ഹെൽപ്പ് ചെയ്തു. അതുപോലെ ത്രൂ ദ ലോൺസം സ്ട്രഗ്ലിംഗ് അവേഴ്സ് എന്താ നിങ്ങളുടെ കഷ്ടകാല സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കുള്ള ലോൺസം എന്ന് വെച്ചാൽ ഒറ്റയ്ക്കുള്ള സമയത്ത് സ്ട്രഗ്ലിംഗ് ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് നിങ്ങളെയും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകും. ടിൽ യു റൈസ് ദ ലൈറ്റ് ആൻഡ് ബ്യൂട്ടി എന്താ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ വളർന്ന് നിങ്ങൾ എന്താ നിങ്ങളുടെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള പ്ലേസിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിലേക്ക് ഉയരുന്നത് വരെ ലൈറ്റ് ആൻഡ് ബ്യൂട്ടി വിച്ച് യു ഫെയർ അൺഫെയ്ഡിങ് ഫ്ലവേഴ്സ് നിങ്ങളുടെ ഗുഡ് ക്വാളിറ്റി നിങ്ങൾ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഗുഡ് ക്വാളിറ്റീസും വളരും. അപ്പോൾ അതൊരു ഫ്ലവറിനെ പോലെയാണെന്നാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. എന്തൊരു ഫ്ലവറാണ്? അൺഫെയ്ഡിങ് ഫ്ലവർ, ഒരിക്കലും ഫെയ്ഡ് ചെയ്യാത്ത നശിച്ചു പോകാത്ത ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലവറിനെ പോലെയാണെന്നാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ കൂടെ വളരുന്ന ഗുഡ് ക്വാളിറ്റീസും ഒരിക്കലും നശിച്ചു പോകാതെ എന്താ നല്ലതുപോലെ നിലനിൽക്കും എന്നിവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സീഡ്ലിങ്ങിനെ മനുഷ്യനുമായിട്ടാണ് ലാസ്റ്റ് സ്റ്റാൻസിലൊക്കെ കമ്പയർ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.